ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ടെൻഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മീൻകറിയാണ്. നല്ല അടിപൊളി ഒരു നാടൻ മീൻകറി. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ മീൻകറിക്ക് ഇവിടെ തൂളിയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ തൂളി നമുക്ക് വേണം. പിന്നെ നമുക്കപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് വെളിച്ചെണ്ണ വേണം, പിന്നെ നമുക്ക് ഉലുവ വേണം. ഞാനിവിടെ ഉലുവയായിട്ടാണ് എടുത്തിരിക്കുന്നത്, പൊടിയല്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി നമുക്കൊരു 2-3 ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് വേണം, ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുടംപുളിയും കറിവേപ്പിലയും വേണം. ഞാൻ വീഡിയോ എടുത്തപ്പം ഇത് ഇൻഗ്രീഡിയൻസിന് കൂട്ടത്തിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉലുവ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇവിടെ ഉലുവ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്ന കൂട്ടത്തിൽ ചേർക്കാം. അല്ലാതെ ഉലുവയായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2-3 തണ്ട് നല്ല കറിവേപ്പിലയാണ് വേണ്ടത്. നമ്മൾ 2-3 തണ്ട് കറിവേപ്പില ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലതായിട്ട് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, അപ്പോൾ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാൻ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇവിടെ 3 സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി. അതിപ്പോൾ നല്ല എരി കിട്ടത്തില്ല, നല്ല കളറായിരിക്കും, അധികം എരിയും കാണില്ല. അതുകൊണ്ടാണ് കാശ്മീരി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 സ്പൂൺ ഇടാം. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ മതിയാവും. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്കൊരു പിഞ്ച് ഇട്ട് കൊടുക്കാം. നമുക്കറിയാമല്ലോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് എണ്ണ പുറത്ത് തെളിയുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണേ. അതൊന്ന് എന്നുവെച്ചാൽ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ എണ്ണ ഇങ്ങനെ പുറത്തിങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയം വരും. നമുക്ക് ആ സമയം വരെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇത് ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നല്ലതായിട്ട് പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും. അപ്പോൾ എണ്ണ നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണുന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 2 മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്കൊരു 2-3 ഗ്ലാസ്, അത്യാവശ്യം ഒരു മീഡിയം ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ചേർക്കേണ്ടത്. അത് നമുക്ക് നന്നായിട്ട് വെള്ളം ചേർത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതും ഇൻഗ്രീഡിയൻസിൻ്റെ സമയത്തും കുടംപുളി വിട്ടുപോയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഒരു 3-4 കുടംപുളി, നമ്മുടെ കുടംപുളിയുടെ പുളി അനുസരിച്ച് വേണം ഇടാൻ. 3-4 കുടംപുളി ഇട്ടതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് ഇതിനകത്ത് ഒരു തിള വന്നതിന് ശേഷം, ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് മാറി ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കഷ്ണങ്ങളായത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കണം. ഒരുപാട് അങ്ങ് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം അത്യാവശ്യം മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റുന്ന വരെയാണ് നമ്മുടെ ഒരു കണക്ക്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിപ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ മുകളിലൊന്ന് തെളിഞ്ഞ് നമുക്ക്, അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. നമുക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ ഇട്ടിരിക്കുന്ന കുടംപുളി നമുക്ക് എടുത്ത് മാറ്റാം നമുക്കത് വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് തിളച്ച് ഇതുപോലൊന്ന് തിള വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഭയങ്കര സിമ്പിളാണിത് ഉണ്ടാക്കാൻ, വളരെ എളുപ്പമല്ലേ, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യും.